നല്ലൊരു സുപ്രഭാതത്തിലേക്ക് നിങ്ങൾക്ക് ഒരിത്തിരി സമയം നമ്മൾ നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? രാവിലെ നിങ്ങളുടെ ഇവിടെ മഴ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിശേഷങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് നേരം കൂടെ കൂടാം. ഒരു 10-20 മിനിറ്റ്, അരമണിക്കൂറൊക്കെ ഉള്ളൊരു ചെറിയ ലൈവാണ്. എല്ലാ സുഹൃത്തുക്കളും വന്നത് വിശേഷങ്ങളും പങ്കുവെച്ച് രാവിലെ നമ്മുടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ ഒരാളിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ, അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത, അത് നമ്മൾ മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഒരാളിനെ പറ്റി ഒരു കാര്യം ഇങ്ങനെ പറയാൻ ചിന്തിക്കുമ്പോൾ അയാള് അറിയാത്ത, അയാളുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ പറ്റി ഞാൻ ഒരാളോട് പറഞ്ഞു അതിന് ഉള്ള ഒരു കോപ്പൊക്കെ കൂട്ടി വെച്ച് അയാളുടെ ചിന്തയിൽ എന്താണ് ചിന്തിച്ചതെന്ന് പോലും ചിന്തിക്കാതെ നമ്മൾ മറ്റൊരാളോടൊപ്പം ചേർന്ന് അവരെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിലെന്ത് സന്തോഷമാണ് നമുക്ക് കിട്ടുക? അതിനോളം നീചമായ പ്രവൃത്തി വേറെ എന്താണ് ഉള്ളത്? ഹൈപ്പടപ്പറ്റി അസ്സലാമലൈക്കും. നമ്മള് നമീമത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഹൈപ്പടപ്പറ്റി നദീർത്ത, അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇതിൽ. ഫാത്തിമ മോളെ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖമായിരിക്കുമല്ലോ അല്ലെ എല്ലാവരും? ലൈക്ക് 2 എന്ന് പറയുന്നുണ്ട്. നമ്മളിതിലേ പരദൂഷണമുണ്ട്, നമീമത്തുണ്ട് അല്ലേ? നമീമത്തുമാണ് പരദൂഷണം. അതായത് പരദൂഷണമുണ്ട്, പിന്നെ വേറെന്താ പറയുക, നമ്മളില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. ഉള്ള കാര്യത്തിൽ തന്നെ കുറച്ച് തൊങ്ങലും ഇതൊക്കെ വെച്ച് കുറച്ചും കൂടെ കൂട്ടി പറയുന്ന ഒരു കാര്യം. രണ്ട് കാര്യങ്ങൾ. അപ്പോ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുമ്പോൾ അത് ഒരു തരിക്ക് പോലും ഇല്ലാത്തൊരു സംഭവമാണ്. മറ്റത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ്, പക്ഷെ അതിനെ കുറച്ചും കൂടെ ഇങ്ങനെ തൊങ്ങലും ഇതൊക്കെ പിടിപ്പിച്ച് ആഡ് ചെയ്ത് വേറൊരു തലത്തിലേക്ക് മാറ്റുന്നൊരു സംഭവമാണ്. ഈ രണ്ട് സംഭവത്തില് നമുക്ക് ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കി പറയുന്നതാണ് നമ്മുടെ ഇതിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റാണ്. മറ്റേത് ഉള്ള കാര്യം തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടെ ഇങ്ങനെ പൊലിപ്പിച്ച് പറയുന്നു എന്നുള്ളതുകൊണ്ട്. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫാത്തിമ മോള്. ഇല്ല, കഴിച്ചില്ല, ജസ്റ്റ് ഹാഡ് എ ബ്ലാക്ക് ടീ. നദീർത്ത, എന്താണ് വിശേഷം? നദീർത്ത ചിരിക്കുന്നുണ്ട്. എന്താണ് നദീർത്ത ചിരിച്ച്? നമ്മുടെ ഹൈപ്പാടപ്പിച്ച് അസ്സലാമലൈക്കും പറഞ്ഞിട്ട് അങ്ങനെ പോയോ? ഇവിടെ ഉണ്ടോ? എല്ലാവരും ഒന്ന് ഡബിൾ ടാപ്പ്